പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള സഹോദരീ സഹോദരന്മാർക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 നവംബർ മാസം 28-ാം തീയതി വ്യാഴാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിന്റെ അളവറ്റ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം സന്തോഷത്തിന്റെയും നന്മയുടെയും അനുഗ്രഹത്തിന്റെയും ദിനമായി ദൈവകൃപയോടെ നമ്മെ ഏവരെയും കാത്തു പരിപാലിക്കട്ടെ എന്നുള്ള ആശംസയോടും പ്രാർത്ഥനയോടും ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഇയ്യോബിന്റെ പുസ്തകം 37-ാം അധ്യായം 7-ാം വചനം. The book of Job, chapter 37, verse 7 നാം ഇങ്ങനെ വായിക്കുന്നു: താൻ സൃഷ്ടിച്ച മനുഷ്യരെയൊക്കെയും അറിയുവാൻ തക്കവണ്ണം അവൻ സകല മനുഷ്യരുടെയും കൈ മുദ്രയിടുന്നു. വേദപുസ്തകം നാം പഠിക്കുമ്പോൾ മറ്റേത് മതഗ്രന്ഥത്തെക്കാളും മറ്റേത് ഉപനിഷത്തോ നോവലുകളോ ചെറു കഥകളോ എന്തിനെക്കാട്ടിലും വളരെ ശക്തമായും വ്യക്തമായും ഉപയോഗിക്കുന്ന ഒരു പദമാണ് മുദ്രയിടുക. വേദപുസ്തകം നാം പഠിക്കുമ്പോൾ വിവിധ കാര്യങ്ങൾക്കായി വിവിധ നിലകളിൽ മുദ്രയിടുന്നതായി നാം കാണുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്കല്ല ഇന്നത്തെ ജീവജലത്തിൽ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്നത്. ഓരോ രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിനും അവരുടെ തിരിച്ചറിവിനും അവരവരുടെ നിയമങ്ങൾ പാലിക്കേണ്ടതിനായും ആളുകളെയും കരങ്ങളെയും ഒക്കെ മുദ്രയിടുന്നുണ്ട്. എന്നാൽ ഇന്നത്തെ വാഗ്ദത്ത വചനം പറയുകയാണ്, സർവ ചരാചരങ്ങളെയും സൃഷ്ടിച്ച ദൈവം, തൻ്റെ സാദൃശ്യത്തിലും രൂപത്തിലും താൻ തന്നെ ആദിമ മനുഷ്യനെ ഉണ്ടാക്കിയ ദൈവം തൻ്റെ സൃഷ്ടിയായ മനുഷ്യരെ ഒക്കെയും തിരിച്ചറിയുവാൻ അവരുടെ കൈകൾ മുദ്ര ഇടുന്നു. നമുക്കറിയാം, ഇന്നത്തെ നിയമസംഹിതകൾ എവിടെ പോയാലും കൈകൾ മുദ്രയിടുന്നു. അതെ, അത് ആ ആളിനെ തിരിച്ചറിയുവാനായി ഉപയോഗിക്കുന്നു. ഇതൊക്കെ കേവലം കഴിഞ്ഞ കുറെ വർഷങ്ങൾ, ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരു 30, 40, 50 അല്ല 70 വർഷമായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ അങ്ങേയറ്റം 100 വർഷമായിക്കൊള്ളട്ടെ, അതായത് ആധുനിക സജ്ജീകരണങ്ങളൊക്കെ ആയതിനു ശേഷമാണല്ലോ ഈ കൈമുദ്ര പതിപ്പിക്കൽ. അതിനു മുമ്പേ ഒപ്പിടാൻ അറിയാൻ പറ്റാത്തവർ കൈമുദ്ര പതിപ്പിക്കുന്നു, അത് വേറെ കാര്യം. പക്ഷേ നിയമകാര്യങ്ങൾക്ക് വേണ്ടി മുദ്രയിടുന്നത് കഴിഞ്ഞ കുറെ കേവലം വർഷങ്ങളെ ആയിട്ടുള്ളൂ. എന്നാൽ നൂറ്റാണ്ടുകൾക്ക് പുറകിൽ, അതെ, ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു, തമ്പുരാൻ തന്റെ സൃഷ്ടിയുടെ കൈയൊക്കെയും മുദ്രയിടുന്നു. എന്തിനു വേണ്ടിയാണ്? തന്റെ സൃഷ്ടിയെ തിരിച്ചറിയുവാൻ. 2024 നവംബർ മാസം 28-ാം തീയതി വ്യാഴാഴ്ച അതിരാവിലെ ഇന്നത്തേക്കുള്ള ദൂത് വാഗ്ദത്ത വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, തൻ്റെ സൃഷ്ടിയെ തിരിച്ചറിയുവാൻ ആഗ്രഹിക്കുന്ന, അതിനു വേണ്ടി ലോകത്തിൽ ഒരു മനുഷ്യനും അവലംബിക്കാത്ത പുതിയ മാർഗം സ്വീകരിച്ച ഒരു ദൈവം ജീവിക്കുന്നു. എന്നെയും നിങ്ങളെയും വ്യക്തമായി തിരിച്ചറിയുന്ന ഒരു ദൈവം. അത് പറയുമ്പോൾ വിശ്വാസ സമൂഹം ഒരു കാര്യം ഓർക്കണം. നമ്മുടെ ക്രിസ്തീയ ജീവിത യാത്രയിൽ വേദനകളും രോഗങ്ങളും ദുഃഖങ്ങളും നിന്ദകളും പഴികളും, കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ഓരോ ദിനവും നേരിടുന്ന ഓഫീസിലെ ആയിരിക്കാം, കുടുംബത്തിലെ ആയിരിക്കാം, കൂട്ടുകാരിൽ നിന്നായിരിക്കാം, ഒക്കെ ഉള്ള പ്രതികൂലങ്ങൾ,
ഇവയൊക്കെ വരുമ്പോൾ നാം പുറത്തു പറഞ്ഞില്ലെങ്കിലും ചിലപ്പോഴെങ്കിലും ചിന്തിക്കാറും ഓർക്കാറുണ്ട്, ഞാൻ ഈ പ്രാർത്ഥിക്കുന്നതൊക്കെ എങ്ങോട്ടാ പോകുന്നത്? ദൈവം സ്വർഗത്തിലുണ്ടോ? ഈ പ്രാർത്ഥനയൊക്കെ കേൾക്കുന്നുണ്ടോ? ഞാൻ വെറുതെ പ്രാർത്ഥിക്കുകയാണോ? ഞാൻ വെറുതെ ആരാധന കൂടുകയാണോ? ഞാൻ വെറുതെ വേദോത്സവം കൊണ്ട് നടക്കുകയാണോ? ദൈവം ഇതൊന്നും കാണുന്നില്ലേ? അറിയുന്നില്ലേ? എന്റെ വിഷയത്തിന് മാത്രം എന്താ ഒരു നീക്കമില്ലാത്ത? എന്റെ കുഞ്ഞു മാത്രം എന്താ എന്നും കരയത്തക്കവണ്ണം ഒരു ഗുണവും ഒരു മേന്മയും ഒരു ഉയർച്ചയും അവന് അല്ലെങ്കിൽ അവൾക്ക് ഇല്ലാത്തത്? എന്റെ മകളുടെ വിവാഹം എന്താ നടക്കാത്തത്? ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അവർക്കൊക്കെയുള്ള ഉത്തരമാണ് ഇന്നത്തെ വാഗ്ദത്ത വചനം. എന്നെയും നിങ്ങളെയും തിരിച്ചറിയുന്ന ഒരു ദൈവം ജീവിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ നമുക്കൊരു പ്രയാസമോ രോഗമോ ദുഃഖമോ വേദനയോ ഒക്കെ വരുമ്പോൾ ഇട്ടേച്ചോടിക്കളയും. അവർ സാഹചര്യമനുസരിച്ച് ന്യായങ്ങളും ഉപന്യായങ്ങളും പറഞ്ഞ് കൂടുകയും പോകുകയും ചെയ്യും. പിന്നീട് നമ്മൾ ആ പ്രതികൂലത്തിൽ നിന്നൊക്കെ അതിജീവിച്ച് കൃപയാൽ നാം ഒന്ന് നിവർന്നു നിൽക്കുമ്പോൾ ഒരു മടിയും കൂടാതെ ഒരു കുറ്റബോധവും കൂടാതെ അവർ വന്ന് വീണ്ടും ചേരുകയും ചെയ്യും. ഇത് ലോക സഹജം, മനുഷ്യ സഹജം. എന്നാൽ എന്നെയും നിങ്ങളെയും അറിയുന്ന ഒരു ദൈവമുണ്ട് പ്രിയമുള്ളവരെ. ആ അറിയുവാൻ വേണ്ടി നമ്മുടെ കരങ്ങൾ സ്വർഗത്തിലെ ദൈവം മുദ്രയിട്ട് സൂക്ഷിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ പ്രഭാതത്തിൽ വാഗ്ദത്ത വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ ദൈവജനമേ, എന്നെയും നിങ്ങളെയും അറിയുന്ന ഒരു ദൈവമുണ്ട്. അതെ, സ്വർഗത്തിലെ ദൈവം ഇത്ര കോടാനുകോടി ആളുകളുടെ കൈകൾ എങ്ങനെയാ മുദ്രയിടുന്നതെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ. ഈ കോടാനുകോടി ജനങ്ങളെ സൃഷ്ടിച്ച് ഈ ഭൂമിയിലാക്കുവാൻ തമ്പുരാന് കഴിയുമെങ്കിൽ അവരുടെ കൈ മുദ്രയിടുന്നത് സ്വർഗത്തിലെ ദൈവത്തിന് ഏറ്റവും ലഘുവായ ഒരു കാര്യമാണ്. അപ്പോഴും നാം മനസ്സിലാക്കേണ്ടത് തമ്പുരാൻ എന്നെയും നിങ്ങളെയും തിരിച്ചറിയുന്ന ഒരു ദൈവമാണ്. അങ്ങനെയെങ്കിൽ വേദനയോടെ, സങ്കടത്തോടെ, വിഷമത്തോടെ ഇന്നത്തെ പകലിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? ഇനിയും ഈ മാസം തീരുവാൻ അഥവാ നവംബർ അവസാനിക്കുവാൻ വിരലിൽ എണ്ണാവുന്ന ചുരുങ്ങിയ ചില ദിനങ്ങൾ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. നിങ്ങൾ ചില വെല്ലുവിളികൾ നേരിടുകയാണ്, നിയമപ്രശ്നങ്ങൾ നേരിടുകയാണ്, സാമ്പത്തിക കടബാധ്യതകൾ നേരിടുകയാണ്. ചില വിഷയത്തിന്മേൽ കൃത്യ ദിനത്തിനുള്ളിൽ പണമടയ്ക്കണം, എത്തിച്ചേരണം, ചില കാര്യങ്ങൾ നടക്കണം. പക്ഷെങ്കിൽ മുൻപോട്ട് നോക്കുമ്പോൾ ആശയ്ക്കൊരു വകയുമില്ല. മുഴുവൻ പ്രതീക്ഷകളും അറ്റുപോയിരിക്കുന്നു, സാധ്യതകൾ മങ്ങിയിരിക്കുന്നു. എന്നാൽ അങ്ങനെയുള്ളവരോട് സ്വർഗത്തിലെ ദൈവം ഇന്ന് പറയുക, മകനെ, മകളെ, നിന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ഇന്നടത്ത് ഇന്ന വീട്ടിൽ ഇന്നാരാണ് എന്ന് വ്യക്തമായി തിരിച്ചറിയുവാൻ താങ്കളുടെ കരത്തെ മുദ്രയിട്ട് താങ്കളെ തിരിച്ചറിയുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ! ഇങ്ങനെ ഒരു ദൈവത്തെ പോലെ മറ്റൊരു ദൈവം ഉണ്ടോ പ്രിയമുള്ളവരെ? ഈ ലോകത്തിൽ ഇത്ര കോടി ജനങ്ങൾ ഉണ്ടായിട്ടും കൃത്യമായി എന്നെയും നിങ്ങളെയും തിരിച്ചറിയുന്ന ഒരു ദൈവം. ദൈവത്തിന്റെ വിശ്വസ്തത, കരുതൽ എത്ര ഉന്നതമാണ് പ്രിയമുള്ളവരെ. തമ്പുരാൻ ഒരിക്കലും തെറ്റുപറ്റാതെ ഇന്ന് ഞാൻ വിഷമിക്കുന്നത്, ഭാരപ്പെടുന്നത്, സങ്കടപ്പെടുന്നത് എന്തെന്ന് കൃത്യമായി തിരിച്ചറിയത്തക്കവണ്ണം എന്നെയും നിങ്ങളെയും വ്യക്തമായി റെക്കഗ്നൈസ് ചെയ്യുവാൻ തമ്പുരാൻ നമ്മുടെ കരത്തെ മുദ്രയിടുകയാണ്. അങ്ങനെയെങ്കിൽ അങ്ങനെ ഒരു ദൈവമുള്ള സ്ഥിതിക്ക് എന്തിന് സങ്കടപ്പെടണം? എന്തിന് വിഷമിക്കണം? എന്തിന് നിരാശപ്പെടണം? എന്തിനാണ് പിറുപിറുക്കുന്നത്? ഒന്നും വേണ്ട. തമ്പുരാന്റെ അടുക്കിലേക്ക് അടുത്ത് ചെല്ലുക. അതെ, എന്നെയും നിങ്ങളെയും വ്യക്തമായി അറിയുന്ന ഒരു ദൈവം. അതെ, ഞാൻ ഓർപ്പിച്ചല്ലോ,
ഓരോരുത്തരെയും കൃത്യമായി അറിയാം. നമ്മുടെ കരങ്ങൾ മുദ്രയിട്ട് നമ്മെ തിരിച്ചറിയുകയാണ്. നമ്മുടെ പേരുകൾ ചൊല്ലി വിളിക്കുന്ന ദൈവമാണ്, അല്ലേ? നഥനയേലിനോട് പറഞ്ഞു, നഥനയേലേ, നിന്നെ എനിക്ക് എന്നു മുതൽ അറിയാമെന്നറിയാമോ? നഥനയേല് ഉള്ളിൽ പരിഭ്രമിച്ചു പോയി. സക്കായി, കർത്താവ് കാണുകയില്ല, എനിക്ക് കാണാം എന്നുള്ള വലിയ അതിബുദ്ധി കാണിച്ച് കയറിയിരുന്ന കാട്ടത്തിയുടെ ചുവട്ടിൽ വന്ന് പേര് വിളിച്ച് താഴെ ഇറക്കി. ഹല്ലേലൂയ. പത്രോസിനെ അപ്പന്റെ പേര് കൂട്ടിയാ വിളിച്ച്. യോഹന്നാന്റെ മകനായ ശിമോനെ, യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങളിൽ 3 പ്രാവശ്യം ആവർത്തിച്ചു വിളിക്കുന്നു. അർത്ഥാൽ എന്നെയും നിങ്ങളെയും നമ്മുടെ കുടുംബങ്ങളെയും കൃത്യമായും വ്യക്തമായും അറിയാവുന്ന ഒരു ദൈവം. അത് ഒരിക്കലും തെറ്റിപ്പോകാതിരിക്കാൻ നമ്മുടെ കരങ്ങളെ മുദ്രയിട്ട് നമ്മളെ വ്യക്തമായി അറിയുന്ന ഒരു ദൈവം. അങ്ങനെയെങ്കിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന പ്രശ്നം, വേദന, വിഷമം, ഭാരം എന്താണ്? രോഗം സംബന്ധിച്ചുള്ളതാണോ? ഭവനത്തിന്റെ പണി തുടങ്ങിയിട്ട് തീർക്കുവാൻ കഴിയാത്തതാണോ? ലോൺ സംബന്ധമായ വിഷയങ്ങളാണോ? കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസമാണോ? കുടുംബ ജീവിതത്തിന്റെ തകർച്ചയാണോ? ആത്മീയ ജീവിതത്തിൽ നേരിട്ട ചില പ്രതികൂലങ്ങളാണോ? എവിടെയാണ് പ്രശ്നം? എന്താണ് നിങ്ങളെ വിഷമിപ്പിക്കുന്നത്? അവയെല്ലാം തമ്പുരാന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് അടുത്തു വരാം. ഇന്നത്തെ വാഗ്ദത്ത വചനം നിങ്ങൾ ഹൃദയം തുറന്ന് ആവർത്തിച്ചു വായിക്കണം. ഓ, എന്നെ അറിയുവാൻ എൻ്റെ കൈകളെ മുദ്രയിടുന്ന ഒരു ദൈവം, ഇങ്ങനെ ഒരു ദൈവം എൻ്റെ ദൈവമായി അംഗീകരിക്കുവാൻ ഇടയായതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ആ ഭാഗ്യ പദവി നമുക്ക് മാത്രം പോരാ പ്രിയമുള്ളവരെ. നമ്മുടെ കുടുംബാംഗങ്ങളും യേശുവിനെ രക്ഷകനായി സ്വീകരിക്കണം. നമ്മുടെ സുഹൃത്തു വലയങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ സകലരും യേശുവിനെ വ്യക്തിപരമായി രുചിച്ചറിയണം. അവരുടെ കരങ്ങളും ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവത്താൽ മുദ്രയിടപ്പെടട്ടെ. അവരും ആ ഒരു വലിയ ദൈവകൃപയുടെ തലത്തിലേക്ക് ഉയർത്തപ്പെടട്ടെ. അങ്ങനെ ഇന്നത്തെ ദിനം ജീവജലത്തിന്റെ ശ്രോതാക്കളായ എൻ്റെ സഹോദരങ്ങളെ എല്ലാവരെയും തമ്പുരാൻ മുദ്രയിട്ട് അറിഞ്ഞ് മനസ്സിലാക്കി വേണ്ടത് നൽകി ദൈവകൃപയോടെ പരിപാലിക്കട്ടെ. അതിനായി നമ്മെ തന്നെ പ്രാർത്ഥനാപൂർവം ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ പുതിയ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പാ, അവിടുന്ന് ഞങ്ങളെ അറിയുന്ന ദൈവമാ. അറിയുക മാത്രമല്ല, ഞങ്ങളെ വ്യക്തമായി അറിയേണ്ടതിന് ഞങ്ങളുടെ കരങ്ങളെ മുദ്രയിട്ട് അവിടുന്ന് സൂക്ഷിക്കുന്ന ദൈവമായിരിക്കാൻ സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ അനുഭവിച്ചത് മുഴുവനും അവിടുന്ന് ഞങ്ങളെ മുദ്രയിട്ട് തിരിച്ചറിഞ്ഞ് അങ്ങയുടെ മകനും മകളും ആക്കിയതിനാലാണെന്ന് ഇന്നത്തെ വചനത്തിൽ കൂടെ ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. ഇന്ന് ദൈവജനം കേട്ട് തങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈ നിന്റെ മക്കളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. അവർ വിവിധങ്ങളായിട്ടുള്ള അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നു. വേദനയുണ്ട്, രോഗമുണ്ട്, കടബാധ്യതകളുണ്ട്, കുഞ്ഞുങ്ങളുടെ വിഷയങ്ങളുണ്ട്, ആരോഗ്യ വിഷയങ്ങളുണ്ട്, കർത്താവേ ആത്മീയ വിഷയങ്ങളുണ്ട്. സകലത്തിന്മേലും തമ്പുരാൻ നീക്കുപോക്ക് നൽകണം. ഇന്നത്തെ ദിനം വിടുതലിന്റെയും അനുഗ്രഹത്തിന്റെയും നന്മയുടെയും സന്തോഷത്തിന്റെയും ദിനമായി ദൈവകൃപയോടെ ഏവരെയും പരിപാലിക്കണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവജനമേ, ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ അറിയുന്ന ഒരു ദൈവം. അത് വെറുതെ അറിയുകയല്ല, ഇൻഡിവിജ്വലായി പേഴ്സണലായി തിരിച്ചറിയത്തക്കവണ്ണം നമ്മുടെ കരങ്ങളെ മുദ്രയിടുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. എനിക്ക് ആ വാക്യം വളരെ വളരെ സ്തോത്രത്തോടെ ആവർത്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ്.
ആ ദൈവം ഇന്ന് പകൽ എന്നെയും നിങ്ങളെയും പരിപാലിക്കട്ടെ, നമ്മെ അറിയട്ടെ, നമ്മെ തിരിച്ചറിയട്ടെ, നമ്മെ മുദ്രയിടട്ടെ. നമ്മളിൽ നിന്ന് വിദൂരങ്ങളായിരിക്കുന്ന കുടുംബാംഗങ്ങൾ, പ്രത്യേകിച്ച് പഠനത്തിനായി ജോലിക്കായും ഒക്കെ വിദൂരങ്ങളായിരിക്കുന്ന നമ്മുടെ ആൺകുഞ്ഞുങ്ങൾ, പെൺകുഞ്ഞുങ്ങൾ, കുടുംബസ്ഥരായിരിക്കുന്നവർ, അവരെ ഒക്കെ ഈ കാൽവറി മുദ്രയിട്ട് സൂക്ഷിക്കട്ടെ, അവരെ തിരിച്ചറിയട്ടെ. അങ്ങനെ ഇന്നത്തെ ദിനം ജീവിതത്തിന്റെ എല്ലാ ശ്രോതാക്കളും സ്വർഗീയ മുദ്രയാൽ തിരിച്ചറിയപ്പെടുവാൻ അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഉയരത്തിൽ നിന്ന് അനുഗ്രഹത്തിന്റെ ദാതാവായ സർവശക്തനായ ദൈവം നിങ്ങളുടെ മേൽ ചൊരിഞ്ഞ് ദൈവകൃപയോടെ പരിപാലിക്കട്ടെ. കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.